Hello everyone, welcome to my channel, welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട് പറയാൻ. എൻ്റെ റീഡിംഗ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനുള്ളത് മാത്രമാണ്. ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് യൂണിവേഴ്സ് തരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കും. പിന്നെ ലെറ്റ്സ് സീ നമുക്ക് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം, അതും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. ഓക്കെ, Four of Pentacles, the Moon, wow, Nine of Swords, Knight of Cups, wow, Knight of Wands, Eight of Wands, the Fool. ഓക്കെ, ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് നിങ്ങൾ കണ്ടല്ലോ. ആദ്യം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ദെൻ ദ മൂൺ ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് സ്വാർഡ്സ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ അവർക്കൊരു ഉറച്ച തീരുമാനം ഒരു കാര്യത്തിലും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല രീതിയിലുള്ള തീരുമാനം എടുക്കാൻ പറ്റായ്മ. വേണമെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുമായിരിക്കും, പക്ഷെ അത് ആ തീരുമാനങ്ങൾ നല്ലതായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങളിൽ കൂടെ പല ട്രാപ്പിലും ആൾ പോയി പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിന്ന് വരുന്ന മെസ്സേജ്. അത് അവരുടെ ലൈഫിനെ നല്ല സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. പലതരത്തിൽ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവർക്കൊരു തരം ലേസിനെസ് ഫീൽ ചെയ്യാം, ഹെഡ് ഏക്ക് ഫീൽ ചെയ്യാം, അതേപോലെ തന്നെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യാം, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവാം, അതേപോലെ തന്നെ ഇൻസോംനിയൊക്കെ പോലെയുള്ള മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാം. ഒരു ഈഗോ ക്ലാഷ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് കറക്റ്റ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എൻ്റെ ഡിസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, ഒരു ഇമ്മെച്യൂർഡ് ആയിട്ടുള്ളൊരു തരം ബിഹേവിയർ, അതൊക്കെ എനിക്കിവിടെ കാണാനുണ്ട്. എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, എന്നിട്ട് ഇട്ടെറിഞ്ഞു പോവുക. പക്ഷെ വീണ്ടും തിരിച്ചു വരും, വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വീണ്ടും മീറ്റ് ചെയ്യും, വീണ്ടും അൺബ്ലോക്ക് ചെയ്യും, പിന്നെയും വഴക്ക് പറയും, ഇല്ലെങ്കിൽ പിന്നെയും ഇഷ്യൂസ് ഉണ്ടാക്കും, പിന്നെയും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. എന്ത് അൺഡു ചെയ്യും, ലൈക്ക് ബ്ലോക്ക് ചെയ്യും, തിരിച്ചു പോകും, മീറ്റിംഗ് വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കും. ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷനേ ഇല്ലാതിരിക്കും കുറേ കാലത്തേക്ക്. കണക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് എപ്പോഴും ഉണ്ടാവും നിങ്ങളുമായിട്ട്. കാരണം നിങ്ങളെ അത്ര പെട്ടെന്ന് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പോലും. കാരണം നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തരം എനർജിയാണ്. അത് അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അത് കാരണം അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യും. പക്ഷേ ഈ കണക്ഷൻ കീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മോർ
ആൻഡ് മോർ സ്ട്രഗിളിങ് ആയിട്ട് മാറും. നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാനും പറ്റില്ല, അവർക്ക് നിങ്ങളെയും ഒഴിവാക്കാൻ പറ്റില്ല. അവർ നിങ്ങളുമായിട്ട് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ വല്ലപ്പോഴുമുള്ള കണക്ഷൻ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള മെമ്മറീസിനെ ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ആ മെമ്മറീസ് റിഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ മോർ ആൻഡ് മോർ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, യെസ്, അവർ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ വളരെ നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ടായിരിക്കും ചിലർക്കൊക്കെ അത് ഫീൽ ചെയ്യുക. ചിലർക്ക് വന്നാൽ വഴക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക, ചിലർക്ക് വഴക്കും ഉണ്ടാവില്ല, സ്നേഹവും ഉണ്ടാവില്ല, ഒരു ന്യൂട്രലായിട്ടായിരിക്കും പോവുക. ഓക്കെ, ഒരിഷ്ടം അല്ലെങ്കിൽ ഒരു എന്തോ ഒരു കണക്ഷൻ, ആ ഒരു തരത്തിൽ അവർ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ, അവരുടെ കേസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, അത്രയും പീക്കിലുള്ള ലവാണ് നിങ്ങൾക്ക് അവരുടെ അടുത്ത്, അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, കെയറിങ് ആണ്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് അറിയുന്നില്ല എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് അവരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. അവരൊരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണിത് റിപ്പീറ്റ് ചെയ്തിട്ട്. ഇനി നോക്കിക്കോ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ലിങ്കിൽ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, ഞാൻ കുറച്ച് ഡീപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യാണ്. നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരുതരം അൺകോൺഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കുമുള്ള നിങ്ങളുടെ പേഴ്സൺ അല്ല അവർ. അതിൽ നിന്ന് നല്ല ഒരു ചേഞ്ച് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് കാരണം ഇത് കിങ് ഓഫ് കപ്സ് ആയത് കാരണം അവരുടെ പ്രസൻസ് മാത്രം മതി നിങ്ങൾക്ക് ഒരു ആശ്വാസം തോന്നാൻ. പലർക്കും കേട്ടോ, എല്ലാവരുടെ കാര്യമില്ല ഞാൻ പറയുന്നത്, പലർക്കും. ഓക്കെ, അവർ ജസ്റ്റ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വേൾഡ് കിട്ടിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് അവരുടെ എനർജി അങ്ങനെയാണ്, വളരെയധികം മാഗ്നറ്റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഈ പേഴ്സണുമായിട്ട് വളരെയധികം അട്രാക്ഷനും ലവും കെയറിങ്ങും ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് അവരുടെ എനർജി അത്രയും എന്താ പറയുക, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു തരം എനർജിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെല്ലാം ഒരു തരം അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. അതായത് അവർക്ക് തന്നെ അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത പോലെയുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത്. അവർ എടുത്ത ഡിസിഷനൊക്കെ അത്ര നല്ല ഡിസിഷൻസ് അല്ല. അവരെന്ത് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളും ആയിരിക്കാം. അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സ്ട്രെസ്സ് തരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മോർ മെൻ്റൽ പ്രഷർ തരുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനായിരിക്കും അവർ എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ അവർക്ക് അറിയുന്നില്ല അത്. അവരുടെ എടുത്തു ചാടി, ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം. ഇവിടെ 2 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങളോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. അവർ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തായാലും ഒരു നല്ല റിലേഷൻഷിപ്പിനെ
ടോൺ ചെയ്ത പോലെ ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത്. അതായത് കീറി മുറിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അടർത്തി മാറ്റുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്രവൃത്തി അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് വളരെ ലോയലായിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ആക്ട് അവിടെ അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. അത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ വേറൊരു എനർജിയെ എനിക്കിപ്പോൾ കാണാനില്ല. നിങ്ങളുമായിട്ട് ഉള്ള കണക്ഷനിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവരിനി ഈ വേൾഡിൻ്റെ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ശരി, എവിടേക്ക് പോയാലും ശരി, നിങ്ങളെ ഒന്നിലും അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു ലവ്, കെയറിങ്, അല്ലെങ്കിൽ പ്രസൻസ്, വൈബ്സ് ഒന്നും അവർക്ക് ഒന്നിലും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർ നിങ്ങളെക്കാൾ വലുത് പ്രതീക്ഷിച്ച് പോയതാണെങ്കിൽ പോലും അവർക്ക് അത് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ചില ആൾക്കാർ വേണമെങ്കിൽ വേർബലി തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെക്കാൾ നന്നായിട്ട് നോക്കുന്ന ആളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ വേർബലി വരെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അത് ആ ഒരു മൊമെൻറ്റിൽ തോന്നുന്നൊരിതാണ്. ഓക്കെ, അവർക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ജന്മത്തിൽ വേറെ എവിടെ നിന്നും കിട്ടില്ല അവർക്ക്. അതേപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ സ്നേഹം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന, നല്ല കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് രണ്ടുപേർക്കും വേറെ എവിടെ നിന്നും കിട്ടില്ല. അത് അത്രയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു അവർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിരുന്നു. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് അഗെയിൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നതും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഒരു ക്വിക്ക് ഡിസിഷൻ്റെ ബേസിലാണെന്ന്. അത് ഒന്നും കൂടെ കൺഫേം ചെയ്യാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ പ്രസൻസ് വീണ്ടും വന്നുകൊണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണെ കാണണമെന്ന് 24/7 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, എവറി സിംഗിൾ മൊമെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണെ കാണണമെന്നും അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ. അതേപോലെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് ചില സമയത്ത് നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് വരുമ്പോൾ പെട്ടെന്ന് അവർ അൺബ്ലോക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് കാണണമെന്ന് തോന്നുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നുക. അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് അവർ നിങ്ങളെ വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ അതിനർത്ഥം എന്താണെന്നുള്ളത്? അവർ ഓൾവേസ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓൾവേസ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു എനർജിയെയാണ് എനിക്കിന്ന് കാണാനുള്ളത്. വളരെ എന്താ പറയുക, ഇങ്ങനെ ഒരു സ്ലിപ്പ് ചെയ്തിട്ട് പോകുന്നത് പോലെ. ഓക്കെ, സ്കിപ്പ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്തിട്ട് പോവുക, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഒരു പിടുത്തം തരാത്ത എന്ന് പറയുമല്ലോ നമ്മൾ, അതേപോലെ കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കാണാനുള്ളത്.
ഓക്കെ, അവർ സെൽഫായിട്ട് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക തന്നെ വേണം ഈ ഒരു കണക്ഷൻ പഴയ രീതിയിലാവണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ മെസ്സേജിൽ കൂടെ, കാർഡിൽ കൂടെ വരുന്ന മെസ്സേജ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടാവണം ഗൈസ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ 3 നേരം 4 നേരം 5 നേരം ഒക്കെ ഇങ്ങനെ കുറേ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച കാരണം ഒന്നും ആയില്ല. വളരെയധികം ട്രസ്റ്റ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. കാരണം ആ ഒരു ശക്തിക്ക് മാത്രമേ ഉള്ളൂ ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡീപ്പർ ലെവലിലുള്ള ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഈ സ്പെൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഒരു പരീക്ഷണം പോലെ നിങ്ങളിതൊന്നും ചെയ്യരുത്. അതേപോലെ തന്നെ സിൻസിയാരിറ്റി ഇല്ലാതെ, റെസ്പെക്റ്റ് ഇല്ലാതെ, നമ്മൾ ചെയ്യുന്നത് എന്താ എന്ന് അറിയാതെ നിങ്ങളിതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം എനിക്ക് ഓൾറെഡി മെസ്സേജസ് വരുന്നുണ്ട് ഒരേ സമയത്ത് 2-3 സ്പെൽസ് ചെയ്യുക. അതായത് ഞാൻ എൻ്റെ സ്പെൽസ് അല്ലാതെ വേറെ ആൾക്കാരുടെ സ്പെൽസ് യൂസ് ചെയ്യുക സെയിം ടൈമിൽ. അതേപോലെ തന്നെ സ്പെൽസ് ചെയ്ത് പേപ്പേഴ്സ് എവിടെയോ വെച്ചതെന്ന് ഓർമ്മയില്ലാതെ വരിക. അങ്ങനെയുള്ള കുറേ മെസ്സേജസും കമൻസൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വളരെയധികം ട്രസ്റ്റോട് കൂടിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ, ഇത് ഹാൻഡിൽ ചെയ്യുക. ഇതൊരു എനർജിയാണ്, എനർജിയെ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. അതും ഡിവൈനായിട്ടുള്ളൊരു എനർജിയാണത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും റെസ്പോൺസിബിളായിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടെയുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ശരിക്കും ഹയർ സോഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഹയർ സോഴ്സിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണും അതെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു മൊമെൻറ്റിൽ ആ ഒരു ശക്തിയെ വിളിക്കുന്ന ഒരു മൊമെൻറ്റ് വരും. ഓക്കെ, അത് കാത്തിരുന്ന് കാണാം. നിങ്ങൾ അറിയും അത് ഏത് മൊമെൻറ്റിലാണ് അവരത് വിളിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നത് കാരണമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഓക്കെ ഗൈസ്, എഗെയിൻ 9 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ ഓൾറെഡി നമുക്ക് 9 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ കൺഫർമേഷനാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു ഇവിടെ 9 ഓഫ് സ്വാർഡ്സ് വന്നപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഇനി ഒരു വല്ലാത്തൊരു പീരീഡാണ് വരാൻ പോകുന്നത്. അൺഹാപ്പിനെസ് നിറഞ്ഞൊരു പീരീഡാണ് വരാൻ പോകുന്നത്. വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു പീരീഡാണ്. അത് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ആവാനാണ് പോകുന്നത്. ഓക്കെ, അവർക്ക് തന്നെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പപ്പ് ചെയ്തിട്ട് പോകാനുള്ള എബിലിറ്റി ഇല്ലാതെ വരും. അവർ മെൻ്റലി നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ആവാനുള്ള ഒരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് അവർക്ക് വല്ലാത്തൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാവും. അതേപോലെ തന്നെ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അവരുടെ പാസ്റ്റിൽ അവർ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് അവർ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യും ആ ഒരു മൊമെൻറ്റിൽ. ഓക്കെ, ഞാൻ എൻ്റെ പ്രീവിയസ് റീഡിങ്ങിലൊക്കെ കഴിഞ്ഞ ഒരു മാസം ഞാനൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന റീഡിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി ആ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും പലരുടെയും ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് കാലങ്ങൾ മുന്നേ ആയിട്ട്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനാണ് ഗൈസ്. നിങ്ങൾ ശരിക്കും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് തോന്നും. പക്ഷേ ശരിക്കും എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇത്
ഓരോരോ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലത്തെ കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പലരുടെയും ലൈഫിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം പലർക്കും അവരുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ തിരിച്ച് വന്നിട്ട്, അതായത് ഞാൻ എൻ്റെ പ്രീവിയസ് റീഡിൽ പറഞ്ഞതുപോലെ അവർ വന്ന് കൺഫെഷൻ സ്റ്റേജിലേക്ക് എത്തിയവരുമുണ്ട്, ഇനി എത്താൻ പോകുന്നു പലർക്കും. ഓക്കെ, ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ റീഡിങ്. അങ്ങനെ പലർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. പലർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യും. എൻ്റെ പ്രീവിയസ് റീഡൊക്കെ എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നുള്ളതാണ്. ഓക്കെ, അത് അവരുടെ ലൈഫിലൊരു ബ്രേക്കിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ മാറും. എന്താ പറയുക, ദൈവം തന്നെ അവരെ ഇട്ടിട്ട് കുടയുന്നൊരവസ്ഥയിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് ഇങ്ങനെയല്ല ലൈഫിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവും. ഓക്കെ, അപ്പോഴാണ് അവർ ശരിക്കും റിഗ്രറ്റ് ചെയ്യുക. എന്തിനെക്കുറിച്ചോർത്ത്? അവർ മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത്. എന്താണ് മുമ്പ് ചെയ്തത്? അതിനെക്കുറിച്ചോർത്ത്. നല്ല കാര്യങ്ങളല്ല, നല്ലതല്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതാണ് സംഭവിക്കുക. മനസ്സിലായോ? നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ ഇതൊക്കെ ഇപ്പം ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൂടാ? ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണിലൂടെ നിങ്ങൾ ശരിക്കും വിറ്റ്നസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ കാർഡ് പ്ലീസ്. യെസ്, ഇവിടെ ടവർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു മൂഡിലായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ ആയിരിക്കും വന്ന് സംസാരിക്കുന്നുണ്ടാവുക. ഫൈനലി അതൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ചിലപ്പം നിങ്ങളുമായിട്ട് മീറ്റിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പെട്ടെന്നായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല. അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസും ദ മൂണും വന്നപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കിവിടെ അബ്യൂസും വയലൻസും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ലോസ് അവർക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ കേഴ്സ് ചെയ്യേണ്ട. കാരണം അവരുടെ അപ്പോഴത്തെ സമയദോഷമായിരിക്കാം അവരങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഞാൻ ഫ്യൂ മോർ കാർഡ്സും കൂടെ എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് 9 ഓഫ് സ്വാർഡ്സ് ഇവിടെ 2 ടൈംസ് വന്നത് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ലെറ്റ്സ് സീ. സിക്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് ചുറ്റിലും ചില ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി അവർ എടുത്തു ചാടിയൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് 6 ഓഫ് കപ്സ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ്. അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ഇല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവരിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എനിക്കിന്ന് വരുന്ന മെസ്സേജ്. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായി എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം സ്ട്രൈപ്പ് ആൻഡ് പേപാലാണ് ഞാൻ പേയ്മെൻറ്റ് മെത്തേഡിനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറൊരു ഓപ്ഷൻ എനിക്കില്ല. ഓക്കെ ഗൈസ്, പിന്നെ അതുപോലെ തന്നെ
സ്പെൽസിൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രെയർ വെക്കുന്നതായിരിക്കും. പ്രെയറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ പ്രെയർ ചെയ്യുന്നുണ്ട്. അതും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സാറ്റർഡേ നമുക്ക് ലൈവായിട്ട് മീറ്റ് ചെയ്യാം. ലൈവ് റീഡിങ്ങും ഞാൻ ചെയ്യുന്നതായിരിക്കും. ലൈവായിട്ട് നമുക്ക് പ്രെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രെയറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അന്ന് ജോയിൻ ചെയ്യുക, സാറ്റർഡേ ജോയിൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം വീണ്ടും കാണാം. ഞാൻ നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക, അവരുടെ മനസ്സ് മാറും എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, എനിക്കറിയാം നിങ്ങളെല്ലാവരും അത്രയും അധികം നിങ്ങളുടെ പേഴ്സണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വീഡിയോസ് കാണുകയില്ല, അല്ലെങ്കിൽ ആസ്ട്രോളജറിനെ പോയി കാണില്ല അല്ലേ. അപ്പം നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം മാത്രം മതി നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സ് മാറ്റാൻ. ഓക്കെ, സ്നേഹവും പ്രേയറും മാത്രം മതി നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സ് മാറ്റാൻ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, ലവ് യു ഓൾ.